الشيطان الرجيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ രാത്രികളും ഓരോ പകലുകളും നമ്മൾ തള്ളി നീക്കുമ്പോൾ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടങ്ങളുമൊക്കെ ഒന്നിനു പിറകെ ഒന്നായി പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. എല്ലാ പരീക്ഷണങ്ങളെയും നമ്മൾ ഏറ്റുവാങ്ങി എല്ലാ സന്തോഷങ്ങളിലും നമ്മൾ പങ്കുവഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നതിനിടയിൽ പെടുന്നനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണം എന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ കണ്ടുമുട്ടാനിരിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ജീവനുകളും ഭൂമിയിൽ നിന്ന് യാത്ര പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. നഫ്സു ത്വയ്യിബിൻ്റെയും നഫ്സുൽ ഖബീസിൻ്റെയും മരണത്തിൻ്റെ വിവിധ രൂപങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ടുപോയി വെക്കുന്ന ബർസഖിയായ ലോകത്തെ ഖബറിനെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട വിചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളുമാണ് സഹോദരങ്ങളെ നമ്മളെ നന്മയിലേക്ക് നയിക്കുകയുള്ളൂ എന്ന ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ധാരാളം മരണത്തെ ഓർക്കുന്നവരാകണമെന്നും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറ് കാലിനോട് എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്ര അടുത്ത് നിങ്ങളുടെ മരണമുണ്ട് എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണമെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് വ്യക്തമാക്കി തന്നു. സഹോദരങ്ങളെ, ഓരോ രാത്രികളും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ AC റൂമുകളിൽ ഫാനിൻ്റെ കാറ്റിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഭദ്രമാക്കപ്പെട്ട കിളിവാതിലുകളൊക്കെ അടച്ച് വാതിലുകൾ ഭദ്രമായി പൂട്ടി നമ്മുടെ വീട്ടിലേക്ക് ഒരാളും പ്രവേശിക്കാൻ പാടില്ല എന്ന ആ ഒരു സുരക്ഷിതത്വത്തോടു കൂടി കിടന്നുറങ്ങുന്ന നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ, നമ്മളുടെ ഭാര്യയുടെ കൂടെ, ഭർത്താവിൻ്റെ കൂടെ ഇണകളും പങ്കാളികളുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ പിന്നെ കൊണ്ടുപോയി വെക്കാനുള്ള ബർസഖിനെ കുറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളുണ്ട്. ബർസഖ് എന്ന പദപ്രയോഗം പരിശുദ്ധ ഖുർആനിൽ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ എന്ന് അല്ലാഹു പ്രയോഗിച്ചു. ഖബർ എന്ന് പറഞ്ഞാൽ, ബർസഖ് എന്ന് പറഞ്ഞാൽ, ഖബർ എന്നുള്ളത് നമ്മൾ കാണുന്ന പള്ളിക്കാട്ടിൽ കുഴിച്ചു വെച്ചിട്ടുള്ള ഖബറുകളെ കുറിച്ചാണെങ്കിൽ ബർസഖ് എന്ന പദപ്രയോഗമാണ് ഖുർആനിൻ്റെ ശൈലി. ബർസഖ് എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെയും ദുനിയാവിൻ്റെയും ഇടക്കുള്ള മറ എന്നതാണ് ബർസഖ് എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത്. ആ മറയാണ് ഖബർ. അങ്ങനെ ഒരു മറ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്കും സഹോദരങ്ങളെ വരാനുണ്ട് എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്താണ് ബർസഖ്, എന്താണ് ഖബർ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതൊന്ന്, ഒന്ന് അന്ധകാര നിമിടമാണ് ഖബർ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മദീന പള്ളി അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്നൊരു പെണ്ണുണ്ടായിരുന്നു മദീന പള്ളിയിൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ദിവസമായി ആ പെണ്ണിനെ കാണാതിരുന്നപ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബികളെ, പള്ളി വൃത്തിയാക്കിയിരുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവൾ എവിടെ പോയി, എന്തു പറ്റി ആ പെണ്ണിന്? സ്വഹാബത്ത് പറഞ്ഞു, നബി, അവൾ മരണപ്പെട്ടു, അവൾ മരിച്ചിട്ടുണ്ട് നബി റസൂലേ, ഞങ്ങൾ അവളെ ഖബറടക്കിയിട്ടുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ദല്ലൂനി അലാ ഖബരിഹാ, സ്വഹാബികളെ ആ പെണ്ണിന്റെ ഖബറിടം നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം. അല്ലാഹുവിന്റെ റസൂലിനെ സ്വഹാബത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത ഖബർ ഇതാണ് നബിയെ. ആ പെണ്ണിന്റെ ഖബറിടമെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനു വേണ്ടി നിസ്കരിക്കുകയും ആ പെണ്ണിനു വേണ്ടി റസൂലുള്ള അവിടെ നിന്ന് ദുആ ചെയ്യുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളെ, ആ പെണ്ണിന്റെ ഖബറിടം അന്ധകാര നിബിഡമായിരുന്നു, ഇരുട്ടുള്ള കേന്ദ്രമായിരുന്നു, ഭീതിപ്പെടുത്തുന്ന വല്ലാത്ത ഇരുട്ടിന്റെ ലോകമാണ് ഖബർ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്റെ പ്രാർത്ഥന തീർന്നതോടെ ആ പെണ്ണിന്റെ ഖബറിടത്തെ അല്ലാഹു പ്രകാശത്തിന്റെ ലോകമാക്കി മാറ്റി. സഹോദരങ്ങളെ, ഇതാണ് ഖബർ എന്ന് പറഞ്ഞാൽ, ഇതാണ് ബർസഖ് എന്ന് പറഞ്ഞാൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തത് ഖബർ എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിന്റെ കേന്ദ്രമാണ്, ഇടുക്കത്തിന്റെ കേന്ദ്രമാണ്. ബർസഖ് എന്ന പദം അല്ലെങ്കിൽ ഖബർ എന്ന പദപ്രയോഗം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തു ത്വാഹയുടെ 124-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാൻ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. വമൻ അഅറദ അൻ ദിക്രി, ആരാണോ എന്റെ ദിക്റിനെ തൊട്ട് അകന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന്, നോമ്പുകളിൽ നിന്ന്, സുഹൃതങ്ങളിൽ നിന്ന്, ഖുർആനിന്റെ തിലാവത്തുകളിൽ നിന്ന് ഒക്കെ അകന്നു പോകുന്ന ആളുകൾ ആരാണോ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവർക്ക് അല്ലാഹു ഒരു ലൻകായ ഞെരുക്കത്തിന്റെ ജീവിതം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. ഇടുക്കത്തിന്റെ ഞെരുക്കത്തിന്റെ ജീവിതം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ, അവർ കണ്ണു കാണാത്തവരായി നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു ലൻകായ ജീവിതം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഈ വചനങ്ങളെ വിവരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാക്ക്, ഈ ദുനിയാവിൽ മനുഷ്യന്മാർ ഞെരുക്കം അനുഭവിച്ചിട്ടുള്ള ഒരു ജീവിതം അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അകന്നു പോകുന്നവർക്കുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഖബറിൽ അവർ ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥ അവർക്കുണ്ടാകുമെന്ന്, അത് ഖബറിന്റെ ശിക്ഷയായി, അദാബായി പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന വാചകമാണ്. സഹോദരങ്ങളെ, എല്ലാ ആളുകളും ഖബറിന്റെ ഞെരുക്കം അനുഭവിക്കുക തന്നെ ചെയ്യും. ഖബറിൽ ഞെരുക്കം അനുഭവിക്കപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. മഹാനായ സഅദ് ഇബ്നു മുആദ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയനാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി 5 കൊല്ലക്കാലം മാത്രം ത്യാഗം സഹിച്ച ആ യുവാവായിരുന്ന മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ഭൂമിയിൽ തോളിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ച് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ഭൂമിയോട് വിട പറയുന്ന സഅദ് ഇബ്നു മുആദിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മുഅ്മിനീങ്ങളെ, നമ്മൾ ഖബർ കണ്ടിട്ടുണ്ട്, ഖബറിന്റെ അവസ്ഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, തോളത്ത് അമ്പ് വന്ന് തറച്ച് സഅദ് ഇബ്നു മുആദ് ലോകത്തോട് വിട പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സ്വഹാബത്ത് വിളിക്കുകയാണ്, അള്ളാഹിന്റെ റസൂലേ, സഅദിന് ഒരു അസ്വസ്ഥതയുണ്ട് നബിയെ. സഅദ് ഇബ്നു മുആദിന്റെ അടുത്ത് റസൂലുള്ളാഹി ചെന്നിരുന്നു. സഅദിന്റെ തലഭാഗം റസൂലുള്ളാഹിന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിന്റെ മുടികൾക്കിടയിലൂടെ വിരലുകൾ ഇട്ടോടിച്ച് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവേളയിലെ ആ കാഴ്ചകൾ സ്വഹാബത്ത് കാണുന്നത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നതാണ്. ചിരിക്കുന്ന റസൂലിനെ കണ്ടപ്പോൾ സ്വഹാബത്തിന് അത്ഭുതം. എന്താണ് റസൂലിന് പറ്റിയത്? സഅദ് മരിക്കുമ്പോൾ എന്തിനാണ് റസൂൽ ചിരിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഖബറിലേക്ക് ഇറങ്ങി നിന്ന് റസൂലുള്ളാഹ് സഅദിന്റെ മയ്യത്ത് കയ്യിലേക്ക് വാങ്ങി. അള്ളാഹിന്റെ റസൂലാണ് ഖബറിലേക്ക് ഇറങ്ങി നിന്നത്. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമ്മാ ഖറജ, പിന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം അവിടെ നിന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം ഖബറിൽ മയ്യത്ത് വെച്ചതിന് ശേഷം കുറച്ചു നേരം താമസിച്ചു നിന്നു. എന്നിട്ട് ഫലമ്മാ ഖറജ, റസൂലുള്ളാഹി മുകളിലേക്ക് കയറിയപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹബസക,
എന്തേ നബിയെ വൈകിയത്? എന്തേ റസൂലേ നിങ്ങൾ കയറാൻ വൈകിയത്? ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഉറ്റുറ്റു വീഴുന്നത് ചരിത്രം പഠിപ്പിക്കുന്നത് കാണാം. ഖബറിലേക്ക് 3 പൊടി മണ്ണ് വാരിയിട്ട് സഅദിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്വഹാബത്ത് അവിടെ നിന്ന് മടങ്ങുമ്പോ മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം, അള്ളാന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്. കണ്ണ് നിറഞ്ഞ് കരയുന്ന റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ എന്തിനാ റസൂലേ നിങ്ങൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, സ്വഹാബികളെ എന്റെ സഅദിന്റെ ഖബർ, സഅദിനെ ഖബറൊന്ന് ഇടുക്കുകയുണ്ടായി. സ്വഹാബികളെ ഖബറൊന്ന് ഞെരുക്കി സഅദിന്റെ എല്ലുകൾ വാരിയെല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമാറ് ആ ഖബറൊന്ന് ഞെരുങ്ങുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫദഅഉതുല്ലാഹ്, എന്റെ സഅദിന് വേണ്ടി ഞാൻ ദുആ ചെയ്തു, എന്റെ സഅദിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. സഅദിനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, എന്റെ സഅദ് ഖബറിൽ ഞെരുക്കം അനുഭവിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, എന്റെ സഅദ് ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതായിരുന്നു. ആ സഅദ് വരെ ഖബറിൽ ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് കൃത്രിമങ്ങൾ കാണിച്ച് ജീവിക്കുന്നവർ, പലിശയില്ല പലിശയുമായി ഇടപെട്ട് ജീവിക്കുന്നവർ, പച്ചയായ ശിർക്കിന്റെ ലോകത്ത് ആ ശിർക്കിന്റെ അഗാധഗർത്തങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ, കെട്ടി ഉയർത്തിയ ചാറത്തിന്റെ മുന്നിൽ ചെന്ന് പൂജ നടത്തുന്ന മുസ്ലിമീങ്ങൾ, സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്ത ഈ കോഴിക്കോട് ജില്ലയിലെ വ്യക്തി എന്ന് അറിയപ്പെടുന്ന വലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പച്ചയായി വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ പലപ്പോഴും ഈ ഖബറിനെ മറന്നു പോവുകയാണ്. കള്ളുകുടിച്ചും തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടും ജീവിതത്തെ നയിക്കുന്നവർ നമ്മുടെ നാടുകളിൽ കാണാം. അവർക്ക് ഖബർ മറന്നു പോവുകയാണ്. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വയൻസൗനൽ ഖുബൂറ, അവർ ഖബറിനെ മറന്നു പോകുന്നവരാണ്. ഖബറിനെ മറന്നു പോകുന്നവരാണ്. ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാരുള്ള ലോകം. ഖബറിനെ മറന്നവരാണവർ, പരലോകത്തെ മറന്നവരാണവർ. അങ്ങനെ മറക്കുന്നവർക്കല്ല സ്വർഗമുള്ളതെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഖബറിൽ ഞെരുക്കം സഅദ് ഇബ്നു മുആദ് വരെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹദീസിന്റെ പദപ്രയോഗം കാണാം, വിചാരണയ്ക്ക് ശേഷം മുവഹിദുകളായ തൗഹീദിന്റെ ആളുകൾക്ക്, അതേ വിശുദ്ധിയോടുകൂടി ജീവിച്ചവർക്ക്, കൃത്രിമങ്ങളില്ലാതെ ശുദ്ധമായ മനസ്സോടെ ജീവിച്ചവർക്ക് അവരുടെ ഖബറിനെ അവരുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു വിചാരണയ്ക്ക് ശേഷം വിശാലമാക്കി കൊടുക്കുമെന്നാണ്. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗൗരവമാണ് വിശ്വാസികളെ. ബർസഹിയായ ലോകത്തേക്ക് ചെന്നു ചേരേണ്ടവരാണ് നമ്മൾ. ഒരു കുഞ്ഞിനെ ഖബറിൽ വെച്ചപ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂൽ ഒരു കുട്ടിയുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചതിന് ശേഷം പറഞ്ഞ വാചകമുണ്ട്, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ ഹാദ സബിയു, ഈ കുട്ടി രക്ഷപ്പെടേണ്ടതായിരുന്നു. ആ കുഞ്ഞു വരെ ഖബറിന്റെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നിങ്ങൾ നോക്കൂ, ദിവസങ്ങൾ കഴിയുമ്പോൾ ഖബറിനെ റസൂൽ എന്ന് വർണ്ണിക്കുന്നത്, ദിവസങ്ങൾ കഴിഞ്ഞു പോരുമ്പോ ആ ഖബറിൽ ശരീരം ചീയാൻ തുടങ്ങും, കണ്ണുകൾ പൊട്ടി ഒലിക്കാൻ തുടങ്ങും. നമ്മുടെ നാട്ടിൽ കണ്ണൂക്ക് കഴിക്കുന്ന ആളുകളുണ്ട്. 3 ദിവസം കഴിയുമ്പോ ആ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വാക്ക്, കണ്ണ് പൊട്ടി ഒലിക്കുന്ന, അതേ വയറുകൾ പൊട്ടി ഒലിക്കുന്ന, ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളെ വണ്ടുകളും പുഴുക്കളും മരിച്ചു നീങ്ങുന്ന ദിവസങ്ങളിൽ 3ഉം 7ഉം ആണ്ടും കണ്ണൂക്ക് നടത്തി സമൂഹം ഇവിടെ ആഘോഷിക്കുക. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസുകളൊക്കെ തികച്ചും മറിച്ചിട്ട്, അതെ ആ ഹദീസുകളൊക്കെ പുറങ്കാലുകൊണ്ട് തട്ടി ബിദ്അത്തുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരുടെ ഖബറിലും മനുഷ്യന്മാർ, ശരീരങ്ങൾ, വണ്ടുകൾ കയറിയിറങ്ങി ശരീരത്തിന്റെ ഭാഗങ്ങൾ പുഴുവരിച്ച് ഇറങ്ങുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കന്മാരുടെ ഖബറുകൾ മണ്ണ് തിന്നുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എല്ലാവരുടെ ഖബറും എല്ലാവരുടെ ശരീരവും ഖബറിലെ മണ്ണുകൾ തിന്നുമെന്നുള്ളതാണ്.
നശിക്കുമെന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ദുനിയാവിൽ നെട്ടോട്ടമോടുന്ന മനുഷ്യന്മാരുണ്ട്. പരലോകത്തെ മറന്ന്, ഖബറിനെ മറന്ന്, ആഖിറത്തിനെ മറന്ന് എല്ലാ തോന്നിവാസങ്ങളിലും ജീവിതം നയിക്കുന്ന മനുഷ്യലോകം. ആലോചിച്ച് തെറ്റുകളെ തെറ്റുകളായി കാണാൻ കഴിയാത്തവർ, തിന്മകളെ തിന്മകളായി കണ്ട് മാറി നിൽക്കാൻ കഴിയാത്തവർ. നോക്കൂ നിങ്ങൾ, എവിടെയും വാശിയും വക്കാണവും വൈര്യവും വെച്ച് പുലർത്തുന്ന ആളുകൾ. ഒരു പള്ളിക്കമ്മറ്റി കൂടിയാൽ അവിടെയും തല്ലാണ്, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയണില്ല, പ്രശ്നങ്ങളാണ്. പലപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങൾ പല ആളുകൾക്കും ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. ദഅവത്തിന് വേണ്ടി ഒരുമിച്ചാൽ അവിടെയും പ്രതിസന്ധികളാണ്. എന്താണ് മനുഷ്യന്റെ ഖൽബ് നന്നാവാത്തതെന്ന് ആവർത്തിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്. സഹോദരങ്ങളെ, ഖബറിലേക്ക് വെക്കുന്ന ശരീരത്തെ നമ്മൾ ചിന്തിക്കണം. ശുദ്ധമായ മനസ്സോടുകൂടി ഇറക്കി വെക്കുന്ന ശരീരമായി നമ്മുടെ ശരീരം മാറണം. ആത്മാവ് വിചാരണക്ക് കൊണ്ടുവരപ്പെടും. ബർസഖിയായ ലോകത്തും പരലോകത്തുമൊക്കെ വിചാരണക്ക് കൊണ്ടുവരപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൊണ്ടുവരുന്ന സമയത്ത് ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അവിടെയാണ് നമുക്ക് രക്ഷ, അവിടെയാണ് നമുക്ക് സമാധാനം. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതൊന്നും ഈ ദുനിയാവിലെ സമ്പത്തോ നമ്മുടെ അധികാരങ്ങളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നമ്മുടെ നന്മയിലേക്ക് നയിക്കുക. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സന്താനങ്ങളും ഈ ദുനിയാവിലെ വെറും അലങ്കാരങ്ങൾ മാത്രമാണ്. അത് അലങ്കാരങ്ങൾ മാത്രമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാം. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ചിതലുകളും പുഴുക്കളൊക്കെ കരിക്കാനുള്ള ശരീര മിനുക്കിയിട്ട് കാര്യമില്ല. എത്ര സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കിയാലും സഹോദരങ്ങളെ, മരിച്ച് മയ്യത്തായി ആളുകൾ മയ്യത്ത് എന്ന പരാമർശം പേര് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ നമ്മുടെ സമ്പത്തിന് എന്ത് വിലയുള്ളത്? നമ്മുടെ സമ്പത്തിനെന്തു വിലയുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, യത്ബഉൽ മയ്യിത സലാസ. 3 കാര്യങ്ങൾ ഒരു മയ്യത്തിന് അനുഗമിക്കും. ആലോചിച്ചോക്കിങ്ങൾ, മരിച്ചു എന്നറിഞ്ഞാൽ മരണവാർത്ത ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് പടർന്ന ആളുകളിലേക്ക് എത്തും. ആളുകളെത്തി വേഗത്തിൽ എടുക്കണം എന്നാ പറയാ, വേഗത്തിൽ മയ്യത്തെടുക്കണം. പിന്നെ ഭൂമിയിൽ ആ തടിക്ക് സ്ഥാനമല്ല. ആലോചിച്ചോക്കിങ്ങൾ, ആ തടി കൊണ്ട് പിന്നെ ഒരു ഉപകാരം ഭൂമിയിലില്ല. എടുക്കാണ്, പെട്ടെന്ന് എടുക്കുക, വൈകിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിച്ചത്. മരിച്ചാൽ വേഗം നിങ്ങൾ മയ്യത്തെടുക്കണം, ധൃതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം എന്നാ. 2 കാരണങ്ങൾ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയാ, അത് നല്ല മയ്യത്താണെങ്കിൽ ആ മയ്യത്തിൻ്റെ സ്വർഗീയ ലോകത്തേക്ക് അവൻ്റെ ശരീരത്തെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ, മോശപ്പെട്ട മയ്യത്താണെങ്കിൽ നിങ്ങളുടെ ചുമലിൽ നിന്ന് ആ ഭാരം പെട്ടെന്ന് ഇറക്കി വെക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് കാണാം. സഹാബത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസ. 3 കാര്യങ്ങൾ മയ്യത്തിൻ്റെ പിന്നാലെ പോകും. അഹ്ലുഹു വമാലുഹു വഅമലുഹു. 1 അഹ്ലാണ്, അവൻ്റെ കുടുംബക്കാരാൻ. 2 വമാലുഹു, അവൻ്റെ ധനമാണ്. 3-മത്തത് വഅമലുഹു, അവൻ്റെ അമലുകളാണ്, അവൻ്റെ കർമ്മങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ അവൻ്റെ പിന്നാലെ പോകും. ഫയർജിഉ ഇസ്നാനി, 2 അവിടെ നിന്ന് മടങ്ങി വരും. വയബ്ഖാ വാഹിദ, ഒന്നവൻ്റെ ഖബറിൽ ബാക്കിയാകും. വയബ്ഖാ വാഹിദ, ഒന്നവൻ്റെ ഖബറിൽ ബാക്കിയാകും. ഫയർജിഉ, മടങ്ങിപ്പോരുന്ന 2 അഹ്ലുഹു വമാലുഹു, അവൻ്റെ അഹ്ലും അവൻ്റെ മാലും അവൻ്റെ ധനവും. ഒരു സമ്പത്തും സുഹൃത്തുക്കളെ അയാളെ മുതലാണെന്ന് പറഞ്ഞിട്ട് മയ്യത്തിൻ്റെ നെഞ്ചത്തേക്ക് വെച്ചിട്ടല്ല ഖബർക്ക് ഇറക്കി വെക്കുക. അതെടുക്കും. ഒരു പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ വലിച്ചെടുക്കുന്ന അതുവരെ വലിച്ചെടുക്കുന്ന ശരീരത്തിൽ എക്സ്ട്രാ അള്ളാഹു സംവിധാനിച്ചതല്ലാത്തൊരു വസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. പച്ചയായ മനുഷ്യൻ ആ ശരീരത്തിൽ ആ പച്ച ശരീരം കൊണ്ടുപോയി വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഖബറിൽ അവൻക്ക് കൂട്ടായി ആരാ ഉള്ളത്? ഒരു മക്കളും പറയില്ല, എൻ്റെ വാപ്പാൻ്റെ കൂടെ ഞാനും പോവുകയാണ് ഖബറിലേക്ക്. നമ്മൾ സ്വതക്ക കൊടുക്കാതെ ദാനം ചെയ്യാതെ പിശുക്കി വെച്ച ഒരു ധനവും നമ്മുടെ കൂടെ വരുന്നില്ല സഹോദരങ്ങളെ, കൂടെ വരുന്നില്ല. ഈ ഭൂമിയിലേക്ക് ജനിച്ചു പോരുമ്പോൾ കൈ ചുരുട്ടി പിടിച്ചവരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. പോകുമ്പോഴോ ഒന്നുമില്ല, മലർക്ക പിടിച്ച് ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ഒട്ടിച്ചേർത്ത ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് കഫൻ പുടവയിൽ പൊതിഞ്ഞ് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുന്ന ഒരു ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരാം. അതുകൊണ്ട് ആ സമ്പത്തും സന്താനങ്ങളും നമ്മുടെ ഖബറിലേക്ക് വരില്ല. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, മടങ്ങിപ്പോരുന്ന 2 അഹ്ലും മാലുമാണ്. എന്നാൽ വയബ്ഖാ, ബാക്കിയാകുന്നത് വഅമലുഹു, അവൻ്റെ അമലുകളാണ്. അതുണ്ടോയെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. ആ അമല് നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ ഗൗരവമായി ആലോചിക്കുക. ആ സുഹൃതങ്ങൾ നമ്മുടെ കരങ്ങളിലുണ്ടോ എന്ന് ചിന്തിക്കുക.
ഒന്ന് വിശ്വാസം ശരിപ്പെടണം. വിശ്വാസം ശരിയാവാതെ എത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല. എത്ര അമല് ചെയ്തിട്ടും 5 വക്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി സഹോദരങ്ങളെ നേരെ ചെന്ന് അല്ലാഹു അല്ലാത്ത ഒരാളോട് വിളിച്ച് തേടിയാൽ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ, റബ്ബല്ലാത്ത ഒരു ശക്തിക്ക് ബലിയെറുത്താൽ, അത്ര കാലം ചെയ്ത അമലുകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് യഹ്ബതുന്ന അമലുക, എല്ലാ അമലുകളും ബാത്തിലാണ്. ലയഹ്ബതുന്ന അമലുക, എല്ലാ അമലും ബാത്തിലാണ്. അതുകൊണ്ട് വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഖബറിലേക്ക്, പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ച പാതേയം എൻ്റെ കയ്യിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ. ആത്മാർത്ഥമായി നിസ്കാരം നമ്മളെടുത്തുണ്ടോ, നോമ്പ് നമ്മളെ കയ്യിലുണ്ടോ, സുഹൃതങ്ങൾ ദാനധർമ്മം ചെയ്ത ശീലമുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. നല്ല പെരുമാറ്റം, നല്ല ഇടപെടൽ, കുടുംബങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് വിളക്കിച്ചേർത്തുള്ളൊരു ജീവിത ശൈലി, ഇതൊക്കെ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ടവരാണ്. കാരണം എന്താണെന്നറിയോ, ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ജുമുഅക്ക് പള്ളിയിൽ നമ്മൾ കൂടിയിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നാളെ നേരം വെളുത്താൽ വാട്സപ്പ് മെസ്സേജുകളിൽ പാസ് ചെയ്യുന്ന, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളുടെ പേരിലായിരിക്കാം. താഴെ ഇന്നാലില്ലാഹിയുടെ സ്റ്റിക്കർ ഇട്ട ആളുകൾ ചർച്ച ചെയ്യുന്ന പേര് നമ്മുടെ പേരായിരിക്കാം. ജീവിതം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഗൗരവമായി ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മടങ്ങിപ്പോരുന്ന 2 എണ്ണം അഹ്ലും മാലുമാണ്, അത് കൂടെ പോവില്ല. വയബ്ഖാ അമലുഹു, ബാക്കിയാകുന്നത് അമലുകൾ മാത്രമാണ്. ഹദീസിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, 3 കാര്യങ്ങൾ ഈ ഭൂമിയോടുകൂടി അവസാനിച്ചു. 3 കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ഭൂമിയോടുകൂടി അവസാനിച്ചു. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങൾ അവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന സ്വദഖ നമ്മുടെ ഖബറിലേക്ക് കിട്ടും. എന്താ നിലനിൽക്കുന്ന സ്വദഖ? പള്ളിക്കൊരു മുസല്ല വാങ്ങിക്കൊടുക്കുക, എൻ്റെ വക പള്ളിയെ ഒന്ന് വാർക്കുക, എൻ്റെ വക പള്ളിക്ക് ഇന്നത് ചെയ്യുക, അത് നിലനിൽക്കുന്ന സ്വദഖയാണ്. അതെ, മതസ്ഥാപനങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കുക, നിലനിൽക്കുന്ന സ്വദഖയാണ്, നിലനിൽക്കുന്ന സ്വദഖയാണ്. കുട്ടികളെ, വിജ്ഞാനങ്ങൾ, മക്കളെ ദീന് പഠിപ്പിക്കാൻ ഒരു കുഞ്ഞിനെ, യത്തീമായ ഒരു മകനെയോ അല്ലാത്ത ഒരു സാധുവായ മകനെയോ ഞാൻ ഏറ്റെടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടി ദീന് പഠിച്ച് ദഅവത്ത് നടത്തുന്ന കാലം എൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടേ നിൽക്കും. ആ കുട്ടി മരിച്ചാലും ആ കുഞ്ഞിൽ നിന്ന് വിജ്ഞാനം നേടി ആളുകൾ അമല് ചെയ്യുന്ന കാലത്തോളം എൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നിലനിൽക്കുന്ന സ്വദഖ, സ്വദഖത്തുൻ ജാരിയ. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപകാരപ്രദമായ അറിവ് നമ്മുടെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഇതിനെ ദീന് പഠിക്കുക, ആ ദീന് പഠിച്ചത് ജനങ്ങൾക്ക് എടുത്തു പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഖബറിലേക്ക് കിട്ടും, ഉപകാരപ്രദമായ അറിവ്. മൂന്നാമത്തെ കാര്യം, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ കൈവച്ച്, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട ഒരു വാക്കാ, നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാണോ എന്നൊരു പരിശോധന. അള്ളാഹുവിൻ്റെ റസൂല് മക്കളുടെ ദുആ എന്നല്ല റസൂലുള്ളാഹി പ്രയോഗിച്ചത്, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ സന്താനത്തിൻ്റെ ദുആ. സ്വാലിഹ് എന്നൊരു പദപ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവണം. മയ്യത്ത് നിസ്കരിക്കാൻ, വാപ്പാൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് കയറി നിന്നിട്ട് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന പോലും അറിയാത്ത മക്കളില്ലേ? ഇല്ലേ പ്രിയമുള്ളവരെ? വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇനി എന്താ ചെയ്യാന്ന് ചിന്തിക്കണ മക്കളില്ലേ? ഇല്ലേ? അത്തരമൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകളിൽ, വിശ്വാസരംഗത്ത് കൂടുതൽ ശ്രദ്ധയുള്ളവരായി മാറുക. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളായി, മുവഹ്ഹിദീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബികൾ ബഖീഉൽ ഗർഖദിലേക്ക് സിയാറത്തിന് വേണ്ടി പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയം വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ ഖബർ സിയാറത്ത് നടത്തുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ
പഠിപ്പിക്കുന്നിടത്ത് കാണാം, ഖബർ കണ്ടാൽ അദ്ദേഹം കരയുന്ന, ഖബർ കണ്ടാൽ അദ്ദേഹം വിതുമ്പാൻ തുടങ്ങും. ഖബർ അവരെ കരയിപ്പിക്കുന്ന, ജീവിതത്തിൽ ഞാനും എത്തിപ്പെടേണ്ട ഒരു ലോകമാണെന്നൊരു ചിന്ത അവർക്കുണ്ടാവുന്ന. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം പഠിപ്പിക്കുന്നത് കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബഖീഉൽ ഗർഖദിലേക്ക് ചെന്നു, മദീനയിലെ ഖബർസ്ഥാനിലേക്ക് ചെന്നു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് നോക്കി പറഞ്ഞു, അഖ്ബാറു മാ ഇൻദനാ ഇന്ന നിസാഉകും ഖദ് തസവ്വജ്നാ. ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, ഇന്ന് നിങ്ങളുടെ ഗതി എന്താണ്? നിങ്ങളുടെ ഭാര്യമാർ പുതിയ കല്യാണം കഴിച്ച് അവർ മറ്റൊരുത്തൻ്റെ മണവാട്ടിയായി ജീവിക്കാൻ തുടങ്ങി. ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ മറ്റൊരുത്തൻ്റെ മണവാട്ടിയായി ജീവിച്ചു തുടങ്ങി. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർ പുതിയ ജീവിതം ആരംഭിച്ചു. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്പത്തൊക്കെ ഓഹരി വെച്ച് അവരുടെ ജീവിതം നിങ്ങളെ മറന്നവർ ജീവിക്കാൻ തുടങ്ങി. ഖബറിൽ കിടക്കുന്ന മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പല സന്ദർഭങ്ങളിലായി നഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങി. ഇന്ന് നിങ്ങളുടെ ഗതി എന്താണെന്ന് ഖബറാളികളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, വല്ലാഹു, റബ്ബിനെ തന്നെയാണ് സത്യം, ലൗ ഉസ്തതാഉ അൻ ഉജീബു ലഖാലു ഇന്നാ വജദ്നാ അന്ന ഖൈറസ്സാദി തഖ്വാ. ഖബറാളികൾ എൻ്റെ ശബ്ദം കേൾക്കുമായിരുന്നുവെങ്കിൽ, കേട്ടിട്ടതിന് ഉത്തരം പറയാൻ അവർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ, അത് കഴിയില്ല. മരിച്ചുപോയൊരു വ്യക്തിക്കും ഭൂമിയിലുള്ള ശബ്ദം കേൾക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രയോഗിച്ചത്, വല്ലാഹു ലൗ ഉസ്തതാഉ അൻ ഉജീബു. നോക്കൂ നിങ്ങൾ, എൻ്റെ സംസാരം കേൾക്കാനും അതിനുത്തരം പറയാനും അവർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ലഖാലു, അവർ ഇങ്ങനെ പറയുമായിരുന്നു, ഇന്നാ വജദ്നാ അന്ന ഖൈറസ്സാദി തഖ്വാ. ദുനിയാവ് വെറും ഒരു കുമിള മാത്രമാണ് അലി. ഖബർ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ലോകമാണ് അലി. തെക്കുവക്കാണ് അലി സ്ഥാനമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ. എന്നോട് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു, പക്ഷേ കേൾക്കാനും പ്രതികരിക്കാനും സാധ്യമല്ലല്ലോ. സഹോദരങ്ങളെ, ഇതാണ് ബർസഖിയായ ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൻ്റെ വിചാരണയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഖബറാണ്, ഇത് ബർസഖാണ്. ആ ബർസഖിൽ വിചാരണയുണ്ട്, അവിടെ രക്ഷകളും ശിക്ഷകളുമുണ്ട്. അവിടെയുള്ള വിഷയങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖബറിലെ വിചാരണയുമായി ബന്ധപ്പെട്ട് അല്ലാഹു തൗഫീഖ് ചെയ്താൽ തുടർന്ന് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെ നന്നായി വിലയിരുത്തുക. വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കാൻ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗങ്ങളിലുമൊക്കെ നന്നായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജുമുഅക്ക് പള്ളിയിലേക്ക് എത്തിപ്പെടുന്ന ആളുകളോട് പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളൊന്ന് നേരത്തെ പള്ളിയിൽ വരാൻ വേണ്ടി ഒന്ന് ശീലിക്കുക. നമ്മൾ കുറേ ദിവസം മുമ്പ് ഇത് ഓർമ്മപ്പെടുത്തിയതാണ്. എത്ര ഒരു മനുഷ്യന്മാരോട് പറയാം, എത്ര നമ്മൾ പറയാം. വെള്ളിയാഴ്ച ഒന്ന് നേരത്തെ കുളിച്ചൊരുങ്ങി അതിൻ്റെ ഒരു നെയ്യത്തോടു കൂടി പള്ളിക്ക് വരിക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. ഖതീബ് മിമ്പറിലേക്ക് കയറി കഴിഞ്ഞിട്ട് വരുന്നവരെ സംബന്ധിച്ച് അവരുടെ പേരും മലക്കുകൾ എഴുതുന്ന ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല. എന്നൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര ആൾക്കാർക്ക് ആ പേര് രേഖപ്പെടുത്തപ്പെട്ടുണ്ടാവുന്നു? ഒന്ന് ചിന്തിക്കുക. ആ സ്വഫ് മുതൽ അവിടെ നിന്ന് ആലോചിക്കുക. അതുകൊണ്ട് മാറണം നമ്മൾ. ഇത്ര കാലമായിട്ടും ഇഞ്ഞും തൊക്കെ ഇങ്ങനെ പറഞ്ഞു തരിക, ഇഞ്ഞും തൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാ. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അള്ളാഹിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ മടങ്ങണം. ആ ദിക്ർ കഴിഞ്ഞാൽ, ജുമുഅ കഴിഞ്ഞാൽ നിങ്ങളുടെ ദുനിയാവിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ കാലത്തൊന്ന് ഒരുങ്ങിപ്പോന്ന് പള്ളിയിൽ വന്നിരുന്ന് ഒരു ഖുർആനൊക്കെ ഓതി ആ സുന്നത്താക്കപ്പെട്ട ഓതാൻ പ്രത്യേകം പഠിപ്പിച്ചു തന്ന സൂറത്തുകളൊക്കെ ഒന്ന് പാരായണം ചെയ്ത് ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് അങ്ങനെയൊക്കെയല്ലേ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. വീട്ടിൽ നിന്ന് അല്പം നമ്മളൊരു 11 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് 10-11 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് അങ്ങാടിയിൽ കൂട്ടുകാരനെ കണ്ടപ്പോൾ അവിടെ നുണയും പറഞ്ഞു നിന്ന്. ഇങ്ങനൊരു ജീവിതശൈലി അല്ല യഥാർത്ഥത്തിലൊരു വിശ്വാസി തിരഞ്ഞെടുക്കേണ്ടത്.
അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ സഹോദരങ്ങളെ ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളൊരു തീരുമാനം നമ്മളെ കുടുംബത്തിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ഒക്കെ എടുക്കുക. മനസ്സിലായോ? ഇത് ദേഷ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല, മറിച്ച് ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അതിങ്ങനെ വേറൊരാൾ ഓർമ്മപ്പെടുത്തുന്നൊരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു പുണ്യകർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒന്നാമത്തെ സഫിലേക്ക് എത്തിപ്പെടുന്നവർ ഒട്ടകത്തിന് അറുത്ത പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ, ബലി കൊടുത്ത പ്രതിഫലം കിട്ടുക. സ്വഹാബത്തൊക്കെ മൽപ്പിടുത്ത് നടത്തുക. ഒന്നാമത്തെ സഫിലേക്ക് എത്താൻ വേണ്ടി അവർ ഓടിയെത്തുക. ഓല് പോയ സ്വർഗ്ഗമാണ് നമ്മളും പ്രതീക്ഷിക്കണത്. അവർ ചെയ്ത ഇബാദത്തൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഓല് പോയ സ്വർഗ്ഗം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സൊരുക്കി ദുആ ചെയ്യുക. ഇബാദത്തുകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായി മാറുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമുഅയുടെ കാര്യത്തിൽ സഹോദരങ്ങളെ, നേരത്തെ കാലത്ത് കുളിച്ച് ഒരുങ്ങി വൃത്തിയായി നമ്മൾ പള്ളിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കയറി വരുന്ന ആളുകളുണ്ടല്ലോ, ബാങ്ക് വിളിക്കണ നേരത്ത് കയറി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് വിളിക്കുന്നു എന്ന് കരുതിയിട്ട് സുന്നത്ത് നിസ്കാരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കുകയാണെങ്കിൽ, അപ്പോഴാണ് വന്നതെങ്കിൽ പെട്ടെന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖുതുബയിലേക്ക് ശ്രദ്ധിക്കണമെന്നാണ് ഹദീസിൻ്റെ പദപ്രയോഗങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, അത് തിരുത്തുക. നേരെ വരുമ്പോൾ ബാങ്ക് വിളിയാണെങ്കിൽ പ്രശ്നമല്ല, നേരെ വന്ന് സുന്നത്ത് നിസ്കരിച്ച് ഖുതുബയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.